അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുത്തുബി 25. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ഖാല വലൈസൽ കുല്ലു മിൻ കുല്ലിൻ മിൻഹുമാ ബദീഹിയ്യൻ وإلا لما جهلنا شيئا ولا نظريا وإلا لدار أو تسلسل. قال മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വലൈസൽ കുല്ലു, ഈ ചർച്ച ഇവിടെ വരാനുള്ള കാരണം ഇത് ഒരു വിഷയത്തിന്റെ ബയാനിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ മുഖദ്ദിമയിൽ നേരത്തെ ഒരു ചർച്ച ചെയ്തല്ല. മുഖദ്ദിമയിൽ പറഞ്ഞ വിഷയം ഉണ്ടല്ല, എന്താണ്? അതായത് മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ മുഖദ്ദിമയിൽ ഏതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്? ഒന്നാമത് പറഞ്ഞാല് മന്ദിക്കിലേക്കുള്ളതായ ആവശ്യത്തെ ബയാൻ ചെയ്യലുണ്ട്. അതേപോലെ മന്ദിക്കിന്റെ റസ്മ് എന്താണെന്നും ബയാൻ ചെയ്യലുണ്ട്. ആകയാൽ എല്ലാ തസവുറാത്തും എല്ലാ തസ്ദീഖാത്തും എന്തല്ല? ബദീഹിയല്ല. അപ്രകാരം എല്ലാ തസവുറാത്തും എല്ലാ തസ്ദീഖാത്തും എന്തുമല്ല? നദിരിയുമല്ല. പിന്നെയോ ചിലത് നദിരിയുമാണ്, ചിലത് ബദീഹിയുമാണ്. നദിരി എന്ന് പറഞ്ഞാൽ അവിടെ നെഗർ ഫിക്കറിലേക്ക് എന്ത് ചെയ്യും? ആവശ്യമാകും. നെഗർ ഫിക്കറിലേക്ക് ആവശ്യമാകുമ്പോൾ ചിലപ്പോൾ അവിടെ കത്തുകളും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം പേവിനെ തൊട്ട് കാക്കുന്നതായ നിയമം അത്യാവശ്യമാണ്. അപ്പം അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പറയാനുള്ള കാരണം. വലൈസൽ കുല്ലു മിൻ കുല്ലിൻ മിൻഹുമ, തസവ്വുർ തസ്ദീഖ് തസവ്വുറിൽപ്പെട്ടതായ എല്ലാ ഓരോന്നും ബദീഹിയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇല്ല, തസവ്വുർ തസ്ദീഖിൽപ്പെട്ട ഓരോ ഫർദുകളും അത് ബദീഹിയാണ് എന്ന് പറയുകയാണെങ്കിൽ ലമാ ജഹിൽനാ ശൈഅൻ വലാ ലമാ ജഹിൽനാ ശൈഅ, ഒരു വസ്തു നമുക്ക് അറിയാതെ വരില്ല. എല്ലാ വസ്തുക്കളും നമുക്ക് മാലൂമായിട്ട് എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. ഒന്നും അറിയാത്ത മജ്ഹൂലായ രൂപത്തില് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതലമാ ജഹിൽന വലാ നദിരിയ, തസവ്വുർ തസ്ദീഖ് എന്നുള്ളത് അത് നദിരിയുമാവൂല. ഇല്ല, ഇനി എല്ലാം നദിരിയാകുകയാണെങ്കിൽ ലദാറ ഔ തസൽസല, അവിടെ ദൗറും വരും തസൽസുലും വരും. ഇതാണ് ഇനി ചർച്ച. ഇനി വിശദീകരിക്കുന്ന പോലും ഷാരി പറയാണ്, ഞാൻ പറയുന്നു, ഇൽമു എന്നുള്ളത് ഇമ്മ ബദീഹിയുൻ, അത് ഒരു പക്ഷേ ബദീഹിയാവും. ഇൽമു എന്നുള്ളത് ഒരു പക്ഷേ അത് ബദീഹിയാവും. ബഹുവ, എന്താണ് ബദീഹി എന്ന് പറഞ്ഞാല്? അല്ലതി, അത് ഒന്നാണ്. ലം യതവഖഫു ഹുസൂലുഹു, അത് കരസ്ഥമാവുക എന്നുള്ളത് ബന്ധിക്കുകയില്ല. അലാ നദിരിൻ വ കസ്ബിൻ, ചിന്തയുടെ മേലില്, ചിന്തയുടെയും അധ്വാനത്തിന്റെയും മേലില് കരസ്ഥമാവല് ബന്ധിക്കാത്തതായ ഒന്ന് ബദീഹി. അവൻ ചിന്തിക്കാതെ തന്നെ വിഷയം മനസ്സിലാവൂന്ന്. ഏതുപോലെയെന്ന് പറഞ്ഞാൽ തസവ്വുരിൽ ഹറാറത്തി, ഹറാറത്തിനെ തസവ്വുറാക്കുക, വൽ ബുറൂദത്തിനെ തസവ്വുറാക്കുക, ചൂട് തണുപ്പ്. അപ്പൊ ഈ ഹറാറത്തിനെയും അതുപോലെ തന്നെ ബുറൂദത്തിനെയും തസവ്വുറാക്കുക. അത് തസവ്വുറാക്കണമെങ്കിൽ അത് മനസ്സിലാവണമെങ്കിൽ വേറൊന്നിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം ചൂട് ചൂടാണെന്നും തണുപ്പ് തണുപ്പാണെന്നും ഏത് ഒരു ചെറിയ കുട്ടിക്ക് വരേക്കും എന്ത് ചെയ്യാം? അറിയാം. വഖത്ത് തസ്ദീഖ്, അതിപ്പോ തസവ്വുറിനെ പറ്റി പറഞ്ഞതാണ്. ഇനി തസ്ദീഖിലുള്ള പതിയെ വിശദീകരിക്കുന്നു. വഖത്ത് തസ്ദീഖ്, തസ്ദീഖ് ആക്കും പോലെ. എന്താണ് തസ്ദീഖ്?
ബി അന്ന നഫിയ തീർച്ചയായിട്ടും നഫിയാകുന്നത് ബി അന്ന നഫിയ തീർച്ചയായിട്ടും നഫി വൽ ഇസ്ബാത്ത ഇസ്ബാത്തുമാകുന്നത് ലാ യജ്തമിയാൻ രണ്ടും കൂടി എന്ത് ചെയ്യൂല ഒരുമിച്ച് കൂടൂല നഫിയും ഇസ്ബാത്തും നഫിയും മുസ്ബത്തും രണ്ടും കൂടി എന്ത് ചെയ്യൂല ഒരുമിച്ച് കൂടൂല വലാ യർതബിയാനി അത് രണ്ടും ഇല്ലാതെയാവൂല്ല ഒരുപക്ഷെ നഫി ഉണ്ടാവണം അല്ലെങ്കിൽ മുസ്ബത്ത് ഉണ്ടാവണം എങ്കിൽ മുസ്ബത്ത് ഉണ്ടാവണം നഫി ഉണ്ടാവൂല രണ്ടും കൂടി ഒരുമിച്ച് കൂടില്ല രണ്ടും ഇല്ലാതാവും ചെയ്യൂല അപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ ഇമ്മ ബദീഹിയും അത് ഒരു പക്ഷേ ബദീഹിയാണ് വ ഇമ്മ നദിരിയും ഈ ഇൽമ എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് നദിരിയാണ് എന്താണ് നദിരി എന്ന് പറഞ്ഞാൽ ബഹുവ നദിരി എന്ന് പറയുന്നത് യതവക്കവു ഉസൂലുഹു അത് കരസ്ഥമാവുക എന്നുള്ളത് ബന്ധിക്കും അലാ നെതിരിൻ നെതിറിന്റെ മേലും ബന്ധിക്കും കെസ്ബിന്റെ മേലും ബന്ധിക്കും അപ്പൊ നെതിർ ഫിക്കറിന്റെ മേലിൽ ബന്ധിക്കുന്ന കരസ്ഥമാവല് ബന്ധിക്കുന്ന ഒന്നിനേക്കാണ് നദിരി എന്ന് പറയാം അപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ തസവൂരിൽ അക്കലി അക്കലിനെ ഒരാൾ തസവൂറാക്കുക വൻ നഫ്സിനെ തസവൂറാക്കുക പെട്ടെന്ന് ഒരാൾക്ക് അക്കൽ എന്താണെന്ന് തസവൂറാക്കാൻ കഴിയൂല അതുപോലെ നഫ്സ് പെട്ടെന്ന് ഒരാൾക്ക് തസവൂറാക്കാൻ കഴിയൂല പിന്നെ എന്ത് വേണ്ടി വരും അക്കലിന്റെ തസവൂരിനും നഫ്സിന്റെ തസവൂരിക്കും ചിന്തിക്കേണ്ടി വരും എന്താണ് അക്കല് ഏത് രൂപത്തിലാണ് അക്കൽ ഉണ്ടാകുക നഫ്സ് ഉണ്ടാകുക എന്നുള്ളത് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാത്ത രൂപത്തിൽ ഒരിക്കലും അക്കലിനെ തസവൂറാക്കിയാലും നഫ്സിനെ തസവൂറാക്കിയാലും മനസ്സിലാവൂല അതേപോലെ വഖത്ത് തസ്ദീഖ് ബി അന്നൽ ആലമ ഹാദിസ് ആലമ ഹാദിസാണ് എന്നതുകൊണ്ടുള്ള തസ്ദീഖ് പോലെയും ആലമ ഹാദിസാണ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുക തസ്ദീഖ് ചെയ്യുക എന്നൽ ആലമ ഹാദിസൻ എന്ന് പറഞ്ഞത് അത് തസ്ദീഖാണ് അത് നബിയുമാണ് കാരണം എന്താണ് ആലം ഹാദിസാണെന്ന് മനസ്സിലാവണമെങ്കിൽ ചിന്തിക്കണം ഇതന്നെ ചിന്തിക്കത് ആലമൊക്കെ മുത്തഗയ്യിറാണ് മുത്തഗയ്യിറൊക്കെ ഹാദിസാണ് അപ്പൊ ആലമൊക്കെ എന്താവും ഹാദിസാവും ആകയാൽ ഫൈദ അറബ്തഹദ അപ്പൊ ഈ നബിജിന്റെ മാന എന്താണെന്നും ബദീന്റെ മാന എന്താണെന്നും നിനക്ക് മനസ്സിലായല്ല അത് തസവ്വുറിലൂടെയായാലും അല്ല തസ്ദീഖിലൂടെയായാലും എങ്ങനെ ആയാലും അത് എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ല ആകയാൽ ഫനഖൂലു ഇനി നമുക്ക് പറയാം എന്ത് പറയാം ലൈസ കുല്ലു വാഹിദിൻ മിൻ കുല്ലി വാഹിദിൻ മിന തസവ്വുരി വ തസ്ദീഖ് തസവ്വുർ തസ്ദീഖിൽ നിന്നുള്ള ഓരോന്നിൽപ്പെട്ട ഓരോന്നും എന്തല്ല ബദീഹിയല്ല അപ്പൊ എല്ലാ തസവ്വുറിന്റെ എല്ലാ ഇനങ്ങളും തസ്ദീഖിന്റെ എല്ലാ ഇനങ്ങളും അത് ബദീഹിയാണ് എന്ന് ഓരോന്നും ബദീഹിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂല മനസ്സിലായില്ലേ എല്ലാ ഓരോന്നും ബദീഹിയാണെന്ന് പറയാൻ കഴിയൂല എന്താ കാരണം ഫൈനഹു തീർച്ചയായിട്ടും കാര്യം ലോകാന ജമീഉ തസവ്വുറാത്തി എല്ലാ തസവ്വുറാത്തും എല്ലാ തസ്ദീഖാത്തും ആവുകയാണെങ്കിൽ ബദീഹിയ അത് ബദീഹിയാകുകയാണെങ്കിൽ എല്ലാ തസവ്വുറാത്തും എല്ലാ തസ്ദീഖാത്തും എന്തായി ബദീഹിയായി അങ്ങനെ ബദീഹിയായി കഴിഞ്ഞാൽ ലമാകാന ശൈഉം മിനൽ അശിയായി മജ്ഹൂദൻ ലനാ ലമാകാന ശൈഉം മിനൽ അശിയായി ശൈഉം മിനൽ അശിയായി ഒരു വസ്തും ശൈഉം മിനൽ അശിയായി ആവുകയില്ല മജ്ഹൂദൻ ലനാ നമുക്ക് മജ്ഹൂലാവൂല അതായത് ലോകത്തുള്ള വസ്തുക്കൾ ആ വസ്തുക്കളൊന്നും മജ്ഹൂലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റൂല കാരണം ഒക്കെ ബദീഹിയല്ലേ നെതറിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ നെതറിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ കാര്യവും അവനക്ക് അറിയപ്പെടും അറിയുന്ന രൂപത്തിൽ വരും എങ്കിൽ വാദാ ബാത്തിലും ഇത് ബാത്തിലാണ് കാരണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യർക്ക് മുഴുവൻ അറിഞ്ഞോളുന്നുണ്ടോ ഇല്ലല്ലോ എങ്കിൽ വഫീഹി നദറുൻ ഇതിനെ സംബന്ധിച്ച് നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട് ഏത് ചിന്തിക്കാണ്ട് അതായത് എല്ലാ തസവ്വുറാത്തും തസ്ദീഖാത്തും
ബദീഹിയായി കഴിഞ്ഞാല് ഷൈഉൻ മിനൽ അശ്യാഉ നമുക്ക് മജ്ഹൂലാവൂല. ഇതാണല്ലോ നമ്മൾ പറഞ്ഞത്. എന്നാൽ ആ മജ്ഹൂലാവൂല, എല്ലാ ലോകത്തുള്ള ഒരു വസ്തുവും തന്നെ നമുക്ക് മജ്ഹൂലായി വരൂല എന്ന് പറഞ്ഞില്ലേ. ആ മജ്ഹൂലായി വരൂല എന്ന് പറഞ്ഞ ആ കാര്യമാകുന്നത് അത് ബാത്തിലുൻ, അത് ബാത്തിലാണ്, അത് ശരിയല്ലാന്ന്. അല്ല, ബാത്തിലാണെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ബാത്തിലാണെന്ന് പറഞ്ഞത് എന്തുണ്ട്? നെതറുണ്ട്. എന്താ നെതറുണ്ടെന്ന് പറയാനുള്ള കാരണം? ഈ ജവാസി ജായിസായതിനു വേണ്ടി അയ്യക്കോയ ഷെയ്യു ബദീഹിയ, ഒരു ഷെയ്യ് എന്താവാ? ബദീഹിയാവാം. ഒരു കാര്യം അത് ബദീഹിയാണ്. അതോടുകൂടെ മജ്ഹൂലല്ലാന, അത് നമുക്ക് മജ്ഹൂലാണ്. വിഷയം പിന്നെ ബദീഹിയായ കാര്യമാണ്. നെതറിപ്പിക്കലൊന്നും ചെയ്യണ്ട. കാരണം ആ നെതറിപ്പിക്കൊന്നും ചെയ്യാതെ തന്നെ ആ കാര്യം പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയും. പക്ഷെ നമുക്കതറിയുന്നില്ല. സത്യത്തിലെ വിഷയം ബദീഹിയാണ്. അതോടുകൂടി നമുക്ക് എന്താണത്? പിന്നെ മജ്ഹൂലുമാണ്, നമുക്ക് മജ്ഹൂലാണ്, നമുക്കറിയില്ല. സത്യത്തിൽ ബദീഹിയാണ്. അപ്പോൾ അവിടെ ബദീഹി തന്നെ എന്തായി വന്ന്? മജ്ഹൂലായി വന്നില്ലേ. ഒരു ബദീഹിയായ കാര്യം മജ്ഹൂലായി വന്നില്ലേ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഒരു കാര്യം, അതായത് എല്ലാ തസ്ദീഖും എല്ലാ തസ്ദീഖിന്റെ തസവ്വുറാത്തും ബദീഹിയായി കഴിഞ്ഞാല് ലോകത്ത് ഒരു കാര്യം തന്നെ മജ്ഹൂലായത് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അത് ശരിയല്ല. ആ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇവിടെ ഇപ്പം എന്തുണ്ടായി? ബദീഹിയാവ് ഷെയ്യ് തന്നെ മജ്ഹൂലായി വന്നില്ലേ എന്നൊരു വിശദീകരിക്കുകയാണ്. കാരണം ഫൈനൽ ബദീഹിയ, തീർച്ചയായിട്ടും ബദീഹിയായ ഒരു കാര്യം വൈലം യതവഖഫ് റസൂലുഹു അലാ നദിരിൻ വ ഗസ്ബിൻ, നദിർ ഗസ്ബിന്റെ മേലില് അത് ആസിഡാവ എന്നുള്ളത് ബന്ധിക്കുന്നില്ല. പക്ഷെ ബന്ധിക്കുന്നില്ലെങ്കിലും ശരി, ലാഖിൻ എങ്കിലും യുംകിനു സൗകര്യപ്പെടും. എന്ത് സൗകര്യപ്പെടും? അൻ യതവഖഫ ഉസൂലുഹു, ആ ഒരു കാര്യം കരസ്ഥമാവുക എന്നുള്ളത് ബന്ധിക്കൽ സൗകര്യപ്പെടും. എന്തിന്റെ മേലില്? അലാ ഷൈഇൻ ആഖറ, വേറെ ഒരു ഷൈഇന്റെ മേലില്. അതായത് ഒരു ബദീഹിയ കാര്യം എന്ന് പറഞ്ഞാൽ നെതറിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. പക്ഷെ നെതറിപ്പിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആ ബദീഹിയായ കാര്യം മനസ്സിലാവണമെങ്കിൽ വേറെ ഒരു കാര്യത്തിലേക്ക് തവക്കുഫുണ്ടായിട്ട് വരാം. വേറെ ഒരു വിഷയത്തിന്റെ മേൽ തവക്കുഫുണ്ടാവാം. ഏതാണ് വേറൊരു വിഷയം? ഒന്നാമത്തത് ഏതാണ്? മിൻ തവജ്ജുഹിൽ അഖ്ലിയിലൈഹി, അതിലേക്ക് ബുദ്ധി എന്ത് ചെയ്യുക? മുന്നിടുക. ഒരുത്തന്റെ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി അതിലേക്ക് നേരിടുക, തവജ്ജു ചെയ്യുക. അതുപോലെ ഇഹ്സാസ് ബിഹി, അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. അതിൽ ഹദസി, അല്ലെങ്കിൽ ഹദസ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഉള്ളറിവ്, അല്ലെങ്കിൽ തെജിരിബത്ത്, പരിശോധിച്ചറിയുക. അത് വൈര് ദാലിക്ക, എങ്കിൽ ഇതല്ലാത്തതായ കാര്യങ്ങളൊക്കെ. എങ്കിൽ ഫമാ, ഒരു കാര്യം, അപ്പോൾ ഒരു കാര്യം ലം യഹ്സുൽ ദാലിക ഷൈഉൻ മൗഖൂഫു അലൈഹി, എന്നാൽ ലം യഹ്സുൽ ബദീഹിയു. അതാ അവൻ ഫമാലം യഹ്സുൽ ദാലിക ഷൈഉൻ മൗഖൂഫ് അലൈഹി. അപ്പൊ ആ മൗഖൂഫ് അലിയായ ഷൈഅ് ഉണ്ടാകുന്നില്ല എങ്കിൽ, അവിടെ മൗഖൂഫ് അലിയായ ഷൈഅ് പോയതപ്പോ നമ്മൾ പറഞ്ഞത്, അതായത് വിഷയം ഒരു വസ്തു, അത് വിഷയം ബദീഹിയാണ്. പക്ഷെ ബദീഹിയാണെങ്കിലും അതിനെന്ത് വന്ന് അത് കരസ്ഥമാവണമെങ്കിൽ മറ്റൊന്നിന്റെ മേൽ ബന്ധിച്ചു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അഖിൽ അതിലേക്ക് തവജ്ജു ആകുക, എങ്കിൽ അഖിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക, അതിന്റെ മേൽ ബന്ധിച്ചു. അപ്പോൾ അതിന്റെ മേൽ ബന്ധിക്കുക എന്ന് പറഞ്ഞല്ലേ നമ്മൾ, അതിന്റെ മേൽ നമ്മൾ ബന്ധിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് സത്യത്തിൽ മൗഖൂഫ് അലിയാണ്. ഈ തവജ്ജുൽ അഖിലി ഇലൈഹി വൽ ഇഹ്സാസു ബിഹി എന്നൊക്കെ ഉള്ളത് അത് സത്യത്തിൽ പറഞ്ഞാൽ അത് മൗഖൂഫ് അലിയാണ്. അപ്പൊ ഈ മൗഖൂഫ് അലി ഉണ്ടോ, ഈ ബദീഹിയായ കാര്യം ഉണ്ടാവും. മൗഖൂഫ് അലി ഇല്ലേ, ഈ ബദീഹിയായ കാര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള അത് വമാലം യഹ്സുൽ ദാലിക ഷൈഉൽ മൗഖൂഫ് അലി, ആ മൗഖൂഫ് അലിയ ഷൈഇ പറ ഹാസിലല്ലേ, എന്നാൽ ലം യഹ്സുൽ ബദീഹിയും, ബദീഹി അവിടെ ഉണ്ടാവില്ല. എന്താണ് കാരണം? ഫൈനൽ ബദാഹത്ത, തീർച്ചയായിട്ടും ഈ ബദാഹത്ത് എന്ന് പറഞ്ഞതായ വിഷയം ലാ തസ്തൽസിമുൽ ഉസൂല, അത് ഹുസൂലിനെ ലാസിമാക്കൂല. അവിടെ വിഷയം ഒരു കാര്യം ബദീഹിയായി എന്ന് വെച്ചു, ഒരു കാര്യം ബദീഹിയായി എന്നത് കൊണ്ട് മാത്രം
അത് ഹാസിലാവൽ നിർബന്ധമായിക്കോളണമെന്നില്ല. പിന്നെ ഈ ബദീയായ കാര്യം തന്നെ അത് പൂർണ്ണമായും ഹാസിലാവണമെങ്കിൽ അത് മറ്റൊരു ഷൈഇന്റെ മേൽ തവക്കുഫായിട്ട് വരും. മറ്റൊരു വിഷയത്തിന്റെ മേൽ തവക്കുഫാവാതെ ഒരിക്കലും ഒരു ബദീയായ കാര്യം എന്തായിക്കോളണമെന്നില്ല, ഹാസിലായിക്കോളണമെന്നില്ല. അതുകൊണ്ട് വസ്വവാബു എന്ന യഥാർത്ഥ രൂപം, വസ്വവാബു യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞപ്പോ എന്താ ഇവിടെ നമ്മള് ജൈസൽ കുല്ലും മിൻ കുല്ലിൻ മിനുകുമാ ബദീഹിയം ഫൈല്ലാ ലമാ ജഹിൽനാ ശൈആ എന്ന് പറഞ്ഞു. ഈ ഇബാറത്ത് ഉള്ള ചെറിയ അപാകതകൾ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഏറ്റവും നല്ല ഇബാദത്ത് എന്താണ്? വസ്വവാബു. അപ്പൊ സ്വവാബായ ഇബാദത്ത് അയ്യുകാല പറയപ്പെടലാണ്. ലൗകാന കുല്ലു വായിദിൻ മിന തസവ്വുറാത്തി വസ്തസ്തീഖാത്ത്, തസവ്വുർ തസ്തീഖാത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും ആവുകയാണെങ്കിൽ ബദീഹിയ, അത് ബദീഹിയാവുകയാണെങ്കിൽ ലമഹ്തജ്ന ഫീ തഅ്സീരി ശൈഇൻ മിനൽ അശ്യായി, ശൈഉൻ മിനൽ അശ്യായിനെ കരസ്ഥമാക്കുന്നതിലേക്ക് നമ്മൾ ആവശ്യമാവുകയില്ല. ഇലാ കസ്ബിൻ വനദിൻ, കസ്ബിലേക്കും നദറിലേക്കും എന്താവൂല, ആവശ്യമാകൂല. കസ്ബിലേക്കും നദറിലേക്കും എന്താവൂല. അതെ, അവ ലോകത്തുള്ള എല്ലാ തസവ്വുറാത്തും എല്ലാ തസ്തീഖാത്തും അത് ബദീഹിയാവുകയാണെങ്കിൽ അത് ശൈഉൻ മിനൽ അശ്യായി ആക്കുന്ന വിഷയത്തില് ആവശ്യമാകൂല. എന്തിലേക്ക് ആവശ്യമാകൂല? ഇലാ കസ്ബിൻ വനദിൻ, കസ്ബിലേക്കും നെതിറിലേക്കും ആവശ്യമാകൂല. അവൻ കസ്ബിലേക്കും നെതിറിലേക്കും ആവശ്യമാകൂല. ഏത് ലോകത്തുള്ളതൊക്കെ ബദീഹിയാണെങ്കിൽ, അപ്പൊ നമ്മൾ പറഞ്ഞത് എങ്കിൽ വഹാദ ഈ പറഞ്ഞ വിഷയം, ഏത് പറഞ്ഞ വിഷയം? അതായത് കസ്ബിലേക്കും നെതിറിലേക്കും ആവശ്യമാവാതിരിക്കുക എന്ന് പറഞ്ഞ കാര്യമാകുന്നത് അത് ഫാസിദാണ്. എന്താണത് ഫാസിദ് എന്ന് പറയാനുള്ള കാരണം? ലറൂറത്തെ എഴുത്തിയാജിന, നമ്മൾ ആവശ്യമാവുക എന്നുള്ളത് നിർബന്ധിതമായ കാരണത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ല? എവിടെ ആവശ്യമാവല്? ഫീ തഅ്സീരി ബഅദി തസവ്വുറാത്തി വസ്തസ്തീഖാത്തി, ഫീ തഅ്സീരി ബഅദി തസവ്വുറാത്തി വസ്തസ്തീഖാത്തി, തസ്തീഖാത്തിൽ നിന്നും തസവ്വുറാത്തിൽ നിന്നുള്ള ബഅദിനെ കരസ്ഥമാക്കുന്ന വിഷയത്തില് മനസ്സിലായില്ലേ, നമ്മൾ ആവശ്യമാകും. എങ്ങോട്ട് ആവശ്യമാകും? ഇലൽ ഫിക്രി വന്നദിരി. കണ്ടില്ലേ, ഫിക്കറിലേക്കും നെതിറിലേക്കും എന്ത് ചെയ്യും? ആവശ്യമാകും. പക്ഷെ നിങ്ങൾ പറഞ്ഞ ശരി, നിങ്ങൾ പറഞ്ഞെന്താ? ഫിക്കറിലേക്കും നെതിറിലേക്കും ആവശ്യമാകൂല എന്നാ പറഞ്ഞത്. തസ്തീഖാത്തൊക്കെ വദീയാകുകയാണെങ്കിൽ. പക്ഷെ ശരിയല്ല. കാരണം എന്താണ്? ബഅദു തസവ്വുറാത്ത് കരസ്ഥമാവണമെങ്കിലും തസ്തീഖാത്ത് കരസ്ഥമാവണമെങ്കിലും ഏത് ആവശ്യമാണ്? ഈ പറയപ്പെട്ട ഫിക്കറിലേക്കും നെറിലേക്കും എന്താണ് ആവശ്യം? അതവിടെ കഴിഞ്ഞു. അപ്പൊ തസവ്വുറും തസ്തീഖാത്തും നെതിരി ബദീയാകുന്ന ആ പിന്നെ ശിക്കുണ്ടല്ലോ, ആ ശിക്കിന്റെ ചർച്ച അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് ഈ രണ്ടാമത്തെ ശിക്കിനെ ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏതാണ് രണ്ടാമത്തെ രൂപം? വലാനവിരിയ. തസവ്വുർ തസ്തീഖാത്തിൽപ്പെട്ട എല്ലാ ഓരോന്നും നെതിരിയാണെന്നും പറയാൻ പറ്റൂല. ഞാൻ ഈ ഭാരത്ത് വിശദീകരിക്കാൻ പോവുകയാണ്. അതിലൈസ കുല്ലു വാഹിദിൻ മിൻ കുല്ലി വാഹിദിൻ മിന തസവ്വുറാത്തി വസ്തസ്തീഖാത്തി നദിരിയ. തസവ്വുർ തസ്തീഖാത്തിൽപ്പെട്ടതായ എല്ലാ ഓരോന്നും അത് നദിരിയാകൂല. എല്ലാം നദിരിയാവൂല. കാരണം എന്താണ്? ഫൈനഹു, തീർച്ചയായിട്ടും കാര്യം ലൗകാന ജമീഉ തസവ്വുറാത്തി വസ്തസ്തീഖാത്തി നദിരിയ, തസ്തീഖാത്തും തസവ്വുറാത്തും ഒക്കെ പിന്നെ എല്ലാം എന്താണ്? നദിരിയാണ് എന്ന് വെക്കുകയാണെങ്കിൽ യൽസമു ദൗറു വതസൽസുലു, ദൗറും തസൽസുലും എന്തെയും ഉണ്ടായിത്തീരും. ദൗറും എന്തെയും അത് എല്ലാ തസവ്വുറാത്തും എല്ലാ തസ്തീഖാത്തും ഏതാകുകയാണെങ്കിൽ നദിരിയാകുകയാണെങ്കിൽ, നെതിരിഫിക്കലിലേക്ക് ആവശ്യമായ നദിരിയാകുകയാണെങ്കിൽ അപ്പോൾ അവിടെ ദൗറും തസൽസുലും വരും. ശരീകരിക്കുന്നു. വദ്ദൗറും എന്ത്? ഈ ദൗറ് എന്ന് പറഞ്ഞാൽ തവക്കുഫ് ചെയ്യി ഒരു വസ്തു ബന്ധിക്കലാണ്. എന്തിന്റെ മേല്? അതായത് ഒന്നിന്റെ മേല് ബന്ധിക്കുക. യതവക്കഫു ദാലിക ശൈഇ, ആ ഷൈഇന്റെ മേല് ബന്ധിക്കും. ഇത് എങ്ങനെ?
മിൻ ജിഹത്തിൻ വാഹിദത്തിൻ ഒരൊറ്റ ജിഹത്തിലൂടെ എന്ത് ചെയ്യുന്നതാണ്? ബന്ധിക്കുന്നതാണ്. ഒരൊറ്റ ജിഹത്തിലൂടെ എന്ത് ചെയ്യും? ബന്ധിക്കും. മനസ്സിലായില്ലേ? തന്റെ പറഞ്ഞത് ഒരു വസ്തു മനസ്സിലായില്ലേ തവക്കുഫാകുക. ഏതിന്റെ മേല്? ഒരു വസ്തുവിന്റെ മേൽ തവക്കുഫാകുക, ഒരു കാര്യത്തിന്റെ മേല് തവക്കുഫാകുക. ആ ഒരു കാര്യം സത്യത്തില് ഈ പറയപ്പെട്ടതായ ഷെയ്ഇന്റെ മേലിൽ വേറെ ജിഹത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? തവക്കുഫാകുന്നുണ്ട്. ഒരു ഷെയ്യ് ഒരു കാര്യത്തിന്റെ മേലിൽ തവക്കുഫാകുന്നുണ്ട്. എന്നാൽ ആ പിന്നെ ഈ പറയപ്പെട്ട ഈ ഷെയ്യോ അത് പിന്നെ ആ ഷെയ്യിന്റെ മേലിൽ വേറെ ജിഹത്തിലൂടെ എന്താകുന്നുണ്ട്? തവക്കുഫാകുന്നുണ്ട്. അവൻ സത്യത്തിൽ പറഞ്ഞാല് പിന്നെ മുത്തവക്കിഫ് ആദ്യം പറഞ്ഞ മുത്തവക്കിഫ് ആദ്യം പറഞ്ഞ മുത്തവക്കഫ് അലൈഹി, ആ മുത്തവക്കഫ് അലിയും മുത്തവക്കിഫും രണ്ടാമത്തെ രൂപത്തിൽ എന്തായി വരുന്നു? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. അഥവാ മുത്തവക്കിഫ് മുത്തവക്കഫ് അലിയും മുത്തവക്കഫ് അലിയും മുത്തവക്കിഫും ആയിട്ട് മാറുന്നു. പിന്നെ അപ്പൊ ഒരൊറ്റ ജിഹത്തിലൂടെ എന്താവും? തവക്കുഫാവും. അത് എങ്ങനെയാണ് ജിഹത്തിലൂടെ തവക്കുഫാവുക? ഇമ്മാ ബിമർത്തബത്തിൻ, അത് ഒരു മർത്തബ കൊണ്ട് മാത്രം, ഒറ്റ മർത്തബ, ഒന്നിൽ കൂടുതൽ മർത്തബല്ല. ഇപ്പൊ ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ പറയാ ഇതാ യതവക്കഫു ആ തവക്കുഫാകും അലാ ബാബാന്റെ മേൽ. അല്ലെ? ആ മനസ്സിലാവണമെങ്കിൽ യതവക്കഫു ആ ബന്ധിക്കും, ബാന്റെ മേലിൽ ബന്ധിക്കും. എന്ന് വെച്ചാല് ആ മനസ്സിലാവണമെങ്കിൽ ബാ മനസ്സിലാവണം. അതേപോലെ ഒബിലക്ഷി അങ്ങനെ ബാ ബന്ധിക്കും ഏതിന്റെ മേലിൽ? ആന്റെ മേലിൽ. കാരണം ബാ മനസ്സിലാവണമെങ്കിൽ ഏത് വേണം? ആ വേണം. അപ്പൊ ആദ്യം പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്ത്? ആ എന്നുള്ളത് മുത്തവക്കിഫു ആണ്, ബാ എന്നുള്ളത് മുത്തവക്കഫ് അലിയുമാണ്. അക്സിന്റെ അവിടെ എന്ത് വന്നു? ബാ മുത്തവക്കിഫു ആയിട്ടും വന്നു, ആ എന്നുള്ളത് മുത്തവക്കഫ് അലിയായിട്ടും വന്നു. അപ്പോൾ ഒറ്റ മർത്തബയാണ്. അതേപോലെ ഫബി മറാത്തിബ ഔ ബി മറാത്തിബ, പല മർത്തബകളെ കൊണ്ടും എന്ത് ചെയ്യാം? ബന്ധിക്കാം. ഏതുപോലെ? കമാ യതവക്കഫു, അതായത് പിന്നെ പല മർത്തബകൾ. ഏതുപോലെ? കമാ യതവക്കഫു ആ ബന്ധിക്കാം. അലാ ബാബാന്റെ മേൽ ബന്ധിക്കാം. ബാ ബന്ധിക്കുക അലാ ജാന്റെ മേൽ. മനസ്സിലായില്ലേ? ജാ ബന്ധിക്കുക അലാ ആന്റെ മേൽ ബന്ധിക്കുക. മനസ്സിലായില്ലേ? ആദ്യം ഇവിടെ ആയാണ് ഏത്? മുത്തവക്കിഫ്. ബാ മുത്തവക്കഫ് അലിയാണ്. ഈ ബാ തന്നെ പിന്നെ എന്തായി വരുന്നുണ്ട്? മുത്തവക്കിഫായി വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ മനസ്സിലാക്കല്ലോ, ബാ ഒരു തരീക്കിലൂടെ മുത്തവക്കഫ് അലിയാണ്, മറ്റേ തരീക്കിലൂടെ മുത്തവക്കിഫുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വസ്തു തന്നെ ഒരേ സന്ദർഭത്തിൽ മുത്തവക്കിഫായിട്ടും വന്നു, മുത്തവക്കഫ് അലിഹി ആയിട്ടും എന്ത് ചെയ്ത് വന്നു. അതിൽക്കാണ് ദൗറ് എന്ന് പറയാം. ഇനി അവ തസൽസുലും, ഇനി തസൽസുൽ ഉണ്ടായിത്തീരും. വാ, എന്താ കുട്ടിയെ തസൽസുല് എന്ന് പറഞ്ഞാല്? തർത്തീബ് ഉമൂരിൻ ഗൈരി മുതനാഹിയത്ത്, ഗൈർ മുതനാഹിയായ അമ്രുകളെ ഇങ്ങനെ ക്രമപ്രകാരം കൊണ്ടുവരാം. ഗൈർ മുതനാഹിയായ അമ്രുകളെ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ട് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അതാണ് ഏത്? തസൽസുൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്തായി വന്നു? പറയപ്പെട്ട രണ്ട് ലാസിം പറഞ്ഞു. ഒന്ന് ദൗറ് ലാസിമാകുക, മറ്റൊന്ന് തസൽസുൽ എന്താകുക? ലാസിമാകുക. അപ്പൊ രണ്ട് ലാസിം ഇവിടെ എന്ത് ചെയ്ത് നമ്മള് പറഞ്ഞു. എന്നാ വല്ലാസിമും ഇവിടെ പറയപ്പെട്ട രണ്ട് ലാസിമും മനസ്സിലായില്ലേ? ഒന്ന് ദൗറ് പിന്നെ ഉണ്ട് ലാസിമാകുക, രണ്ടാമത്തെ തസൽസുല് ലാസിമാകുക. അപ്പൊ ഈ പറയപ്പെട്ട രണ്ട് കാര്യവും, ഈ പറയപ്പെട്ടതായ രണ്ട് കാര്യവും എന്തായി വന്നു? ലാസിമ് ബാത്തിലാണ്. ഈ പറയപ്പെട്ട രണ്ട് ലാസിമും എന്താണ്? ബാത്തിലാണ്. അപ്പൊ ലാസിം ബാത്തിലാണെങ്കിൽ ഫൽ മൽസൂമു, എങ്ങനെ? ഫൽ മൽസൂമു, അപ്പോൾ മൽസൂമുമാകുന്നത് മിസ്ലുഹു, അതും എന്താണ്? ബാത്തിലാണ്.
ലാസിം ബാത്തിലാങ്ക മൽസൂം ബാത്തിലാണ്. ലാസിമാണ് ഇപ്പൊ ഈ പറഞ്ഞത്, മനസ്സിലല്ലേ? മൽസൂമാണ് ഇപ്പൊ ഏത്? എല്ലാ തസവ്വുറാത്തും എല്ലാ തസ്ദീഖാത്തും ബദീഹിയാവുക അല്ലെങ്കിൽ നദിയാവുക എന്ന് പറഞ്ഞത്. എങ്കിൽ അമ്മൽ മുലാസമത്ത് ഏത് മുലാസമത്തപ്പ പറഞ്ഞത്? അതായത് എല്ലാ തസവ്വുറാത്തും തസ്ദീഖാത്തും നദിയും ബദിയും ആകുകയാണെങ്കിൽ എന്ത് ദൗറും തസൽസുലും ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. ആ മുലാസമത്ത് വലിയഹു തീർച്ചയായിട്ടും കാര്യം. അല്ലാതെ ആരിക്ക തഖ്ദീരി ഈ പറയപ്പെട്ടതായ സങ്കല്പനയുടെ അടിസ്ഥാനത്തിൽ, മനസ്സിലായില്ലേ? നമ്മൾ പോയി പറഞ്ഞ തഖ്ദീറുണ്ടല്ലോ, ഈ തഖ്ദീറിന്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോ നമ്മളിപ്പം തസവ്വുറിലേക്കും തസ്ദീഖിലേക്കും ഒക്കെ വരുന്നത്. തസവ്വുറും തസ്ദീഖും ബദീഹിയും നദിരിയും ആകുകയാണെങ്കിൽ ദൗറും തസൽസുലും ആകുന്ന വരുന്നത്. അപ്പൊ ആ ദൗറും തസൽസുലും ആണ് ഇനി. അപ്പൊ നമ്മള് ഈ വിദ്യാർത്ഥി മക്സൂദായ ചർച്ച ഇനിയാണ് വരുന്നത്. അപ്പൊ അമ്മൽ മുലാസമത്ത്, അവിടെയുള്ള മുലാസമത്താകുന്നത്, മനസ്സിലായില്ലേ? അതായത് വലിയ തീർച്ചയായിട്ടും കാര്യം. അല്ലാതാരിക്ക തഖ്ദീരി ഈ പറയപ്പെട്ട തഖ്ദീർ പ്രകാരം, ഈ തഖ്ദീർ എന്ന് പറഞ്ഞാൽ എല്ലാ തസവ്വുറാത്തും തസ്ദീഖാത്തും നദിയാകുക എന്നുള്ളത്. അവ നദിയാകുക എന്നുള്ള തഖ്ദീർ പ്രകാരം ഇതാ ഹാവൽന നമ്മൾ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? തസ്വീല ഷൈഇൻ ഒരു വസ്തുവിനെ കരസ്ഥമാക്കലിന് നമ്മൾ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു? മിൻഹ ഈ അഷിയാകളിൽ നിന്ന് കുറെ അഷിയാകളുണ്ട്. ആ അഷിയാകളിൽ നിന്ന് ഒരു ഷൈഇനെ എന്ത് ചെയ്യാം? കരസ്ഥമാക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. അങ്ങനെ കരസ്ഥമാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചാല് ഇപ്പൊ കുറെ അഷിയാളുണ്ട്, മനസ്സിലായില്ലേ? അമ്മൽ മുലാസമത്തു വലിയ അന്നു അലാദാലിക തഖ്ദീരി. അതായത് ഒരു അപ്പം ഇതാ ഹാവലിന ഒരു ചെയ്യുന്ന നമ്മൾ കരസ്ഥമാക്കണമെന്ന് ഉദ്ദേശിച്ചു. ഏതിൽ നിന്ന് കരസ്ഥമാക്കണം? മിനുഹുമ ഈ തസവ്വുറിൽ നിന്നും തസ്ദീഖിൽ നിന്നും. അപ്പോഴേ അർത്ഥം ശരിയാവുള്ളൂ. ഈ തസവ്വുറിൽ നിന്നും തസ്ദീഖിൽ നിന്നും ഈ പറയപ്പെട്ടതായ പിന്നെ ഒരു ഷൈഇനെ കരസ്ഥമാക്കണമെന്ന് ഉദ്ദേശിച്ചാല് ഫലാബുദ്ധ അത്യാവശ്യമാകും അയ്യക്കൂന റസൂലുഹു ആ ഷൈഇ കരസ്ഥമാവല്. എങ്ങനെ കരസ്ഥമാവുക? ബി ഇൽമിൻ ആഖറ വേറെ ഒരു ഇൽമു കൊണ്ട് കരസ്ഥമാവല് അത്യാവശ്യമാണ്. വേറെ ഒരു ഇൽമു കൊണ്ട് എന്താവണം? കരസ്ഥമാവണം. കാരണം ആ ഇൽമുണ്ടെങ്കിൽ അല്ലേ അത് കരസ്ഥാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ തസവ്വുറിൽ നിന്നും തസ്ദീഖിൽ നിന്നും ഒരു ഷൈഇ കരസ്ഥമാക്കണമെന്നാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാവില്ലല്ലോ. പിന്നെന്ത് വേണം? ഈ പറയപ്പെട്ടത് വേറെ ഇങ്ങനെ ഈ പറഞ്ഞ രൂപം അത് വേറൊരു ഇൽമു കൊണ്ട് എന്താവണം? ഹാസിലാവണം. എങ്കിലും അതാരിക്ക ഇൽമു ആ ആഖറ ഇൽമ അയതം വീണ്ടും അപ്പൊ അതും എന്താവും? നദിയാവും. അത് നദിയാവും. അപ്പൊ വയക്കൂന ഉസൂലുഹു അപ്പൊ ആ ഷൈഇ ഉണ്ടാവലാവാ എന്താവാ? പിന്നെ ബി ഇൽമിൻ ആഖറ അത് വേറെ ഇൽമു കൊണ്ടുണ്ടാവാം. വാരുമ ചെറ അങ്ങനെ ഇൽമുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി മുതതാബിയായി ഇങ്ങനെ പോരും. സിൽസിലത്തുൽ ഇക്തിസാബി അങ്ങനെ വെക്കുമ്പോ ഇക്തിസാബിന്റെ സിൽസില അതിന്റെ ശൃംഖല അതിങ്ങനെ പോയും കൊണ്ടിരിക്കും. എങ്ങോട്ട്? ഇലാ ഗൈരി നിഹായ നിഹായത്തില്ല അറ്റമില്ലാത്ത ഒരു രൂപത്തിലേക്ക്. വഹുവ തസൽസുൽ അത് തന്നെയാണ് തസൽസുൽ. അത് തന്നെയാണ് എന്ത്? തസൽസുൽ അല്ല. ഇനി ഔ തഊദു ഇങ്ങോട്ട് തന്നെ തിരിച്ചടിക്കുന്നു, റിപ്പീറ്റ് ചെയ്യും. ഇങ്ങോട്ടേന് എന്ത് ചെയ്യും? അതായത് തിരിച്ചു വരും. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഫലാ ബുദ്ധ അൻ യകൂന ഹുസൂലി ബിൽമി ഇത് വേറൊരു ഇൽമു കൊണ്ട് ഉണ്ടാകുക എന്ന് അറിഞ്ഞില്ലേ? അത് വേറൊരു ഇൽമു കൊണ്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞ വിഷയം അത് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയപ്പെട്ടതിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ബന്ധിപ്പിക്കും. അപ്പോൾ എന്താ ഉണ്ടായി തീരാ? ഔ തഊദു ഫയൽസമു ദൗർ അപ്പൊ അവിടെ എന്ത് വരും? ദൗറ് വരുന്നതാണ്. അപ്പൊ ഇനി വേറെ ചോദ്യം. അമ്മാ ബുത്ലാനുൽ ലാസിമി അപ്പോൾ ലാസിമ് എന്ത് ചെയ്യ? ബാത്തിലാവുക എന്ന് പറഞ്ഞ വിഷയം. അമ്മാ ബുത്ലാനുൽ ലാസിം അവിടെ കട്ടെ
വലില്ലാഹിൽ ഹംദു വല്ലാഹു അഅലമു ബിസ്സവാബ്. ഇന്നത്തെ പാഠം ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്താം. അത് വെപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.